ചെങ്കോട്ട കാർ സ്ഫോടനത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. രാജ്യതലസ്ഥാനത്തെ നടുക്കിയ ചെങ്കോട്ട കാർ സ്ഫോടന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് ദേശീയ അന്വേഷണ ഏജൻസി. പ്രതി ബോംബ് നിർമ്മിക്കാൻ ChatGPTയും യൂട്യൂബും ഉപയോഗിച്ചതായാണ് NIA കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം നവംബർ 10 നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് NIA മെയ് 14 സമർപ്പിച്ച 7500 പേജുള്ള കുറ്റപത്രത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. ആഗോള ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുടെ അനുബന്ധ സംഘടനയായ അൻസാർ ഗസ്വത്തുൽ ഹിന്ദിലെ അംഗമായ ജാസിർ ബിലാൽ വാനിയയാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ കൃത്രിമ ബുദ്ധി ദുരുപയോഗം ചെയ്തത്. ഒരു റോക്കറ്റ് എങ്ങനെ നിർമ്മിക്കാം, അതിലെ മിശ്രിതങ്ങളുടെ അനുപാതം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചാണ് പ്രതി ChatGPTയിലും യൂട്യൂബിലും തിരഞ്ഞത്. ഇത്തരത്തിൽ നിർമ്മിച്ച റോക്കറ്റ് IEDകൾ പ്രതികൾ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലുള്ള ഖാസിഗുഡ് വനമേഖലയിൽ വെച്ച് പരീക്ഷിച്ചതായും NIA കണ്ടെത്തി. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ഫ്ലിപ്കാർട്ട് വഴിയാണ് പ്രതികൾ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ സെൻസറുകൾ, റിമോട്ട് കൺട്രോൾ സ്വിച്ചുകൾ, സോൾഡറിംഗ് കിറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ വാങ്ങിയതെന്നും NIA കണ്ടെത്തി. ഡ്രോണുകൾ ഉപയോഗിച്ച് സുരക്ഷാ ക്യാമ്പുകളെ ആക്രമിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായും NIA കുറ്റപത്രത്തിൽ പറയുന്നു. സ്ഫോടനത്തിൽ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന 3 ഡോക്ടർമാർക്ക് പങ്കുണ്ടെന്ന് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 11 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ നബി, പ്രതിക്കാവശ്യമായ രാസവസ്തുക്കൾ എത്തിച്ചു നൽകിയ ഡോക്ടർ അദീൽ അഹമ്മദ്, പരീക്ഷണങ്ങൾക്ക് നിർദ്ദേശം നൽകിയ ഡോക്ടർ മുസമിൽ ഷക്കീൽ എന്നിവരാണ് മറ്റു പ്രതികൾ. NIA കണ്ടെത്തലുകൾ പ്രകാരം പൊടിച്ച പഞ്ചസാര, NPK വളത്തിന്റെ രൂപത്തിൽ പൊട്ടാസ്യം നൈട്രേറ്റ് എന്നിവയുൾപ്പെടെയുള്ള IED ചേരുവകൾ ജാസിറിന് വിതരണം ചെയ്യുന്നതിൽ ആദിൽ നിർണായക പങ്ക് വഹിച്ചു. അതേസമയം ഡോക്ടർ ഉമർ മെച്ചപ്പെടുത്തിയ റോക്കറ്റ് IEDകളെ കുറിച്ച് ഗവേഷണം നടത്തുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തതായി പറയപ്പെടുന്നു. കുറ്റപത്രമനുസരിച്ച് ജാസിറിലെ സാധ്യതകൾ കണ്ട ഡോക്ടർ ഉമർ പറക്കൽ ശ്രേണിയും പെലോട്ട് ശേഷിയും മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളോടെ 2 ഡ്രോണുകൾ അദ്ദേഹത്തിന് നൽകിയതായി NIA അന്വേഷണം വെളിപ്പെടുത്തുന്നു. കാശ്മീരിലെയും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനായി ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച് ആയുധമാക്കാൻ അയാൾ പദ്ധതിയിട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറ്റൊരു സംഭവത്തിൽ അനന്ത്നാഗിലെ മട്ടാനടുത്തുള്ള യൂഷ്മോർഗ് വനത്തിൽ സംഘം സിലിണ്ടർ അധിഷ്ഠിത IED പരീക്ഷിച്ചു. അതിൽ ഡോക്ടർ ഉമർ, ജാസിർ, ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ അദീൽ എന്നിവർ ഉൾപ്പെട്ടതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഈ പരിശോധനകളുടെ അവശിഷ്ടങ്ങൾ പിന്നീട് ഡോക്ടർ അദീലിന്റെ നിർദ്ദേശപ്രകാരം NIA സംഘങ്ങൾ സ്ഥലങ്ങളിൽ നിന്നും പിടിച്ചെടുത്തു. അന്വേഷണത്തിന്റെ ഭാഗമായി NIA നടത്തിയ ഒരു നിയന്ത്രിത സിമുലേഷനിൽ ബോംബ് കണ്ടെത്തൽ നിർമ്മാർജ്ജന സ്ക്വാഡ് വിദഗ്ധ സംഘത്തിന് മുന്നിൽ വാണിജ്യപരമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമായ റോക്കറ്റ് IEDകൾ നിർമ്മിക്കാനുള്ള കഴിവ് ജാസിർ തെളിയിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ഡോക്ടർ ഉമർ ഉപയോഗിച്ച വാഹനത്തിൽ പ്രവർത്തിക്കുന്ന IEDയുടെ ട്രിഗർ മെക്കാനിസവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഫോറൻസിക് കണ്ടെത്തലെന്നും അവർ പറഞ്ഞു. 2023 ഡിസംബർ മുതൽ 2024 ജനുവരി വരെ ജാസിർ തന്റെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് വഴി ട്രിഗർ മെക്കാനിസങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ ഘടകങ്ങൾക്കായി ഓർഡർ നൽകിയതായും ആരോപിക്കപ്പെടുന്നു. അതിൽ സെൻസർ, ഇൻഡക്റ്റീവ് പ്രോക്സിമിറ്റി സ്വിച്ച്, ഒരു ഹീറ്റ് ഗൺ, ഒരു പീസോ പ്ലേറ്റ്, ഒരു റിമോട്ട് കൺട്രോൾ, റിലേ സ്വിച്ച്, RF ട്രാൻസ്മിറ്റർ, റിസീവർ കിറ്റ്, ഒരു ജ്വാലയില്ലാത്ത റീചാർജ് ചെയ്യാവുന്ന പോക്കറ്റ് ലൈറ്റർ, ഒരു സോൾജറിംഗ് കിറ്റ്, ഒരു LED ഇലക്ട്രോണിക് കിറ്റ് എന്നിവ ഉൾപ്പെടുന്നുവെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. ഉമറാണ് സംഭരണത്തിന് ധനസഹായം നൽകിയത്. ക്യാഷ് ഓൺ ഡെലിവറി ഓർഡറുകൾ വഴി ജാസിറിന് ഇനങ്ങൾ ലഭിച്ചുവെന്നും അതിൽ പറയുന്നു. ഈ ഘടകങ്ങൾ പിന്നീട് കൂട്ടിച്ചേർക്കുകയും IEDകൾ നിർമ്മിക്കുന്നതിനായി ജാസിർ ഡോക്ടർ ഉമറിന് കൈമാറുകയും ചെയ്തു. നേരത്തെ ശ്രീനഗർ പോലീസ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന ഡോക്ടർ അല്ലെങ്കിൽ വൈറ്റ് കോളർ മൊഡ്യൂൾ തകർത്തിരുന്നു. വിശദമായ ശാസ്ത്രീയവും ഫോറൻസിക്കുമായ അന്വേഷണത്തിലൂടെ പിന്നീട് വിശാലമായ ഒരു ജിഹാദി ഗൂഢാലോചന വെളിപ്പെട്ടു. പ്രതികളിൽ ചിലർ തീവ്രവാദികളായ മെഡിക്കൽ പ്രൊഫഷണലുകളായിരുന്നു. മാരകമായ ആക്രമണം നടത്താൻ AQIS, AGUH പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണെന്നും കണ്ടെത്തിയതായി NIA കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.